ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. സ്റ്റേഷനിൽ നിന്നിറങ്ങാൻ വിനീത് നന്നേ വൈകി. ഉത്സവ സീസണൊക്കെ ആയതിനാൽ അത്യാവശ്യം പ്രശ്നക്കാരൊക്കെ ഒന്ന് ഓട്ടമിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവന്മാരുടെയും മേലൊരു കണ്ണ് വേണം, അല്ലെങ്കിൽ ഉത്സവങ്ങളൊക്കെ കുളം കലക്കി എടുക്കും. പോകുന്ന വഴി ഹോട്ടലിൽ നിന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം പാഴ്സൽ വാങ്ങി വേണം പോവാൻ. അത്യാവശ്യം കുക്കിംഗ് സെറ്റപ്പ് ഒക്കെ വീട്ടിലുണ്ടെങ്കിലും ഇടയ്ക്ക് രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ വല്ലപ്പോഴും ഒരു ഓംലെറ്റ് ഒക്കെയാണ് ഉണ്ടാക്കാറ്. സമയമില്ലാത്ത കാരണം പുറത്തുനിന്നുള്ള ഭക്ഷണമാണ് പതിവ്. ഡ്രൈവറേയും കൂടി ജീപ്പിൽ കയറി ഗേറ്റ് കടന്ന് പുറത്തേക്ക് ജീപ്പ് ഇറങ്ങി. ഇത്തിരി മാറിയാണ് ഹോട്ടല്, അതിന്റെ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പും. ഡ്രൈവർക്കും കൂടെ ഭക്ഷണം വാങ്ങിക്കാനുള്ളത് കൊണ്ട് വിനീതിനും അയാൾക്കുള്ള ഭക്ഷണം വാങ്ങിക്കാൻ അയാൾ പുറത്തേക്ക് പോയി. വിനീത് വെറുതെ മൊബൈൽ നോക്കിയിരുന്നു. ഇടക്കൊന്ന് കണ്ണ് പുറത്തേക്ക് വാങ്ങിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്ന കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് ആവണിയാണെന്ന് വിനീതിന് മനസ്സിലായത്. ഇവളെന്താ ഇവിടെ? വിനീത് വേഗം വണ്ടിയിലൊന്ന് ചാടി ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ആവണി! പെട്ടെന്നുള്ള അവന്റെ വരയിൽ ആവണി പകച്ചുപോയി. നീ എന്ത് ഇതുവരെ പോയില്ലേ? അത് പിന്നെ ബസ്. ഈ നേരത്ത് ബസ്സൊന്നും കിട്ടില്ല, വാ ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഏതെങ്കിലും ബസ് കിട്ടും, ഞാൻ ബസ്സിന് പോയിക്കോളാം. അവളുടെ പരിങ്ങി നിന്നുള്ള പറച്ചിൽ കേട്ടപ്പോൾ വിനീത് അവളെ തറപ്പിച്ച് നോക്കി. എന്നെ ഇങ്ങനെ നോക്കണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ആരോടും പറയാൻ ഇറങ്ങിപ്പോന്ന. ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന ആൾ വിളിച്ചിട്ടുണ്ട്, അവളിപ്പോൾ വരും. അവൾ പറയുന്ന കേട്ടപ്പോൾ വിനീത് അവൾക്ക് അഭിമുഖമായി ചെന്നിരുന്നു. എന്തേ, വിനീതേട്ടൻ പോകുന്നില്ലേ? ആദ്യം ഫ്രണ്ട് വരട്ടെ, എന്നിട്ട് പോവാം. ദേഷ്യത്തോടെ വിനീത് പറഞ്ഞപ്പോൾ ആവണി മുഖം താഴ്ത്തി നിന്നു. ഫ്രണ്ട് വരുമെന്നൊക്കെ ആവണി വെറുതെ നുണ പറഞ്ഞാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ എങ്ങോട്ട് പോകണമെന്നും അറിയില്ല. ആ വീട്ടിലേക്ക് പോകുന്നതിലും ഭേദം വല്ല ട്രെയിനും തലവെച്ച് മരിക്കുന്നതാണ്. അതിനാണെങ്കിൽ മനസ്സുമില്ല. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും ആരും ഈ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ മുന്നിൽ എന്തോ ആലോചിച്ചിരുന്ന വിനീതിനെ നോക്കി. വിനീതേട്ടൻ എന്തായാലും അധികം നേരം ഇവിടെ ഇരിക്കില്ല. അപ്പോഴേക്കും ഭക്ഷണം വാങ്ങാൻ പോയ പോലീസുകാർ അപ്പുറത്ത് ഒരു കവറും കൊണ്ടുവരുന്ന് ആവണി കണ്ടു. വിനീത് ഇപ്പോൾ അയാളുടെ ഒപ്പം പോകുമെന്ന് ആവണി കരുതി. പക്ഷെ വിനീത് അങ്ങോട്ട് ചെന്ന് അയാളോട് എന്തോ പറയുന്നു. അയാൾ തിരിച്ചു പോകുന്നതാണ് ആവണി കണ്ടത്. ഈശ്വര, ഇതിങ്ങനെ എത്ര നേരം ഇവിടെ ഇരിക്കും? വിനീതേട്ടൻ പോകുന്നില്ലേ? അവൾ അറച്ചറച്ച് ചോദിച്ചു. എന്തായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ചു കയറാം. ആവണിയുടെ ഫ്രണ്ട് വന്നിട്ട് പോവാം. അവനെന്തോ കുത്തി പറയുന്ന പോലെ ആവണിക്ക് തോന്നി. അവളെയും നോക്കി ഇനി സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ഫോണും നോക്കി വിനീത് ഇരുന്നു. വിനീതേട്ടൻ, ഞാൻ നേരത്തെ നുണ പറഞ്ഞ, ഫ്രണ്ടൊന്നും വരില്ല, ഞാൻ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ല. വിനീതേട്ടൻ ഇവിടെ വെറുതെ കാത്തിരിക്കണ്ട, പോയിക്കോ. ഞാൻ പോയിട്ട് ഇവിടെ ഇരുന്ന് നേരം വിളിപ്പിക്കാനാണോ ആവണിയുടെ തീരുമാനം? എന്നിട്ട് പോലെ അപകടം വിളിച്ചു വരുത്താനോ? എനിക്കിനി വന്നതിൽ കൂടുതൽ അപകടമൊന്നും വരാനല്ലേ വിനീതേട്ടാ. ചിരിയോടെയാണ് ആവണി അത് പറഞ്ഞെങ്കിലും തന്നെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തിയിറക്കുന്ന പോലെയാണ് വിനീതിനെ കേട്ടപ്പോൾ തോന്നിയത്. അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാത്രിയിൽ ഈ വിജനമായ ബസ് സ്റ്റോപ്പിൽ ഇപ്പോഴുള്ള തനിച്ചിരിപ്പ് പോലും അവൾക്ക് പേടിയുണ്ടാക്കാത്തത്. ആവണി വാ. വിനീതേട്ടൻ പോയിക്കോ, ഞാൻ സേഫായിട്ട് എവിടെയെങ്കിലും മാറിക്കോളാം. ഇല്ലെന്ന മട്ടിൽ ആവണി തലകുലുക്കി. കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇനിയും വിനീതേണ്ണ തന്റെ കാര്യത്തിലേക്ക് എടുത്തിടാൻ വയ്യ. എന്താ ആവണി ഇത്? എന്റെ കൂടെ വാ. ഈ രാത്രി നീ ഇങ്ങനെ ഇവിടെ തനിച്ചിരിക്കണ്ട. ഇല്ല, ഞാൻ വരില്ല. ആൾ ഉറപ്പോടെ പറഞ്ഞപ്പോൾ വിനീത് അവിടെ അരികിലേക്ക് ഇരുന്നു. എന്താ, പോകുന്നില്ലേ? ഇല്ല, പോകുന്നില്ല. നീ നേരത്തെ പറഞ്ഞാൽ സേഫായ സ്ഥലല്ലേ, അങ്ങോട്ടേക്ക് മാറിയിട്ട് ഞാൻ പോയിക്കോളാം. കണ്ണടച്ചിരിച്ചുകൊണ്ടാണ് പറച്ചിൽ. അവൻ ആ മുഖവും ഭാവം കണ്ടപ്പോൾ അവൾ കരച്ചിൽ വന്നുപോയി. ഒന്നും പറയാനാവാതെ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ആവണി, ഇപ്പം ഇവിടെ വായോ. നാളെ രാവിലെ ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലോ മറ്റോ കൊണ്ടുവിട്ട് തരാം. കാലമല്ലാത്ത ഇങ്ങനെ ഇവിടെ തനിച്ചിരിക്കണ്ട. ഇനി കൂടുതലൊന്നും പറയാനില്ലാത്ത പോലെ വിനീത് അതും പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നടന്നു. ചെറുതായി മഴ ചാറുന്നുണ്ട്. കടകളൊക്കെ അടഞ്ഞു തുടങ്ങുന്നു. റോഡിലിറങ്ങി വിനീതം തിരിഞ്ഞു നോക്കി. താനില്ലാതെ അവനോടൊന്നും പോയില്ലെന്ന് മനസ്സിലാക്കിയ ആവണി അവന്റെ പുറകെ ഇറങ്ങി. ഫോണിലൂടെ ഗീത പറഞ്ഞെല്ലാം കേട്ട് അന്തിച്ചിരിക്കായിരുന്നു മേഘ. സിദ്ധാർത്ഥും മേഘയും ഒരു യാത്രയിലായിരുന്നു. അതുകൊണ്ട് ഗീത ആവണിയുടെ സംഭവങ്ങളൊക്കെ 4-5 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞിട്ടാണ് അവൾ അറിയിച്ചത്. എന്നിട്ടിപ്പോ ആവണി ഇപ്പൊ അവളുടെ വീട്ടിലാണോ? അതല്ലേ രസം. അതിന്റെ അച്ഛനിന്ന് അവനെയും സുമതി അങ്ങോട്ട് വിളിച്ചിരുന്നത്രേ സന്ധ്യ സംഭാഷണത്തിന്. അവരങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചാടിത്തുള്ളി ഇങ്ങോട്ട് തന്നെ വന്നു. എന്നിട്ട് ഇവിടെ വീട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു. അവളെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് മറ്റൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചിന്റെ നമ്പറിന്റെ കയ്യിലില്ല. ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ. പോയെങ്കിൽ നന്നായി പോയി. ഇത്രയൊക്കെ ആയിട്ട് ഇവന്റെ കൈ തന്നെ പിടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന തന്തയുണ്ടല്ലോ, അയാൾക്കിട്ടാ ആദ്യം കൊടുക്കേണ്ടത്. അതിന് സൈ ഇട്ടിട്ട് ഇറങ്ങിപ്പോയതായിരിക്കും. എന്നാ ശരി, അമ്മ വെച്ചോ, ഞാൻ നാളെ വിളിച്ചോട്ടെ. എന്തെങ്കിലും അറിയാണെങ്കിലേ എന്നെ കൂടി വിളിച്ചു പറയണേ. ഫോൺ വെക്കാൻ നേരം ഗീത മേഘയെ ഓർമ്മിപ്പിച്ചു. മേഘ അപ്പോൾ തന്നെ ആവണിയെ വിളിച്ചു. മേഘയുടെ കോൾ വന്നപ്പോൾ ആവണി ഫോൺ എടുത്തു. കാര്യങ്ങളെല്ലാം വിശദമായി മേഘയോട് പറഞ്ഞു. കേസ് കൊടുത്തിട്ടുണ്ട്, തൽക്കാലം ഇപ്പോൾ വിനീതിന്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലും സുരക്ഷിതമായ സ്ഥലം വേറെയില്ല, അവിടെ തന്നെ നിന്നോളാൻ മേഘയോട് പറഞ്ഞു. അത്യാവശ്യം കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. തീർത്ത് കിടക്കാൻ ഒരുങ്ങിയായിരുന്നു സിദ്ധാർത്ഥിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവൻ ഇത്രയ്ക്ക് സെറ്റിയായിരുന്നു, അന്ന് ഇവിടുത്തെ കുറച്ച് കുറഞ്ഞു പോയി. കഥകളെല്ലാം കേട്ടപ്പോൾ സിദ്ധാർത്ഥിനും ദേഷ്യം അടക്കാനായില്ല. സിദ്ധുവേട്ട, വേറൊരു കാര്യം കൂടിയുണ്ട്. വൈദേഹി ചേച്ചിയായിട്ട് അയാൾക്ക് അത്ര നല്ലതല്ലാത്ത ബന്ധമുണ്ട്. കേസ് കൊടുത്തപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാ ആവണി പറഞ്ഞ്. ആ, നന്നായി പോയി. അവൾക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, കുറച്ച് നാൾ കേസ് കളിച്ചെടുക്കട്ടെ,
അലവലാതി. വൈദ്യയുടെ കാര്യം കേൾക്കുന്നതിന് സിദ്ധാർത്ഥിന് ഇപ്പോൾ വെറുപ്പാണ്. സിദ്ധേട്ടാ, ഇവിടെ അടുത്ത പോലെ ശിവക്ഷേത്രം ഉണ്ടോ? ആകെ മൊത്തത്തിലൊരു സമാധാനക്കേട്. ഇതിപ്പോ എന്ത് പറ്റിയതാ? ആവണിയുടെ കാര്യം കേട്ടിട്ടാണോ? വിഷമിച്ച് നിൽക്കുന്ന മേഘയെ സിദ്ധാർത്ഥി ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് എന്നാലും അവൾ ഇതോടെ രക്ഷപ്പെട്ടിരിക്കുന്നൊരു തോന്നല്. കുറേ സൈസല്ലേ, ഇതോടുകൂടെ എല്ലാം ശരിയാവും. കുറച്ചുള്ളിലേക്ക് പോയിട്ടൊരു ശിവക്ഷേത്രമുണ്ട്, കുറച്ച് ദൂരമുണ്ട്, എന്നാലും കുഴപ്പമില്ല, രാവിലെ തന്നെ പോവാം. മേഘ ആലോചനയുടെ മൂളി. 2-3 ദിവസമായി കണ്ണടച്ചാൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് കാണുന്നത്. കൂടുതലും വൈദേഹി തന്നെ ഉപദ്രവിക്കുന്നത്. നാട്ടിൽ നിന്ന് വന്നതിൽ പിന്നെ ശിവക്ഷേത്രത്തിൽ പോയിട്ടില്ല. ഓരോന്നോർത്ത് മേഘ സിദ്ധാർത്ഥിന്റെ കരവലയത്തിനുള്ളിൽ കണ്ണുകളടച്ച് കിടന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടായിരുന്നു വിനീതിന്റെ റെന്റിനെടുത്ത വീട്. വീടിന് മുൻവശത്ത് 2 ലൈറ്റുകൾ മാത്രം കത്തുന്നുണ്ട്. ഗേറ്റിനരികിൽ വണ്ടി നിർത്തി വിനീത് ഗേറ്റ് തുറന്ന് വണ്ടി അകത്തേക്ക് കയറ്റി. അന്നേരമൊക്കെ ആവണി സംഭ്രമത്തോടെ ഇരിക്കുകയായിരുന്നു. കൂടെ വന്ന അബദ്ധമായോ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ വിനീതേട്ടൻ അതൊരു പ്രശ്നമായി തീരുമോ? നാളെ രാവിലെ എങ്ങോട്ടെങ്കിലും വിട്ടുതരാമെന്ന് പറഞ്ഞെങ്കിലും ഇന്നൊരു രാത്രി ഇവിടെ തങ്ങണ്ട. വാ, ഇറങ്ങ്. ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോഴേക്കും വിനീതിന്റെ വിളിയെത്തി. ആവണി അവന്റെ പിന്നാലെ വീടിനുള്ളിലേക്ക് കയറി. ഞാനിപ്പോ വരാം, ആവണി വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിക്കോ, ആ റൂമിനുള്ളിലേക്ക് കയറിക്കോ. ഒരു മുറി കാണിച്ചു കൊടുത്തുകൊണ്ട് വിനീത് പറഞ്ഞപ്പോൾ ആവണി അവനെ നോക്കി അതിനുള്ളിലേക്ക് കയറി. ആ റൂം വിനീതിന്റെ ആണെന്ന് അവൾക്ക് മനസ്സിലായി. അവന്റെ ഡ്രസ്സുകളും പെർഫ്യൂമുകളും ഒക്കെയാണ് അതിനുള്ളിൽ. ഇപ്പോഴും ബ്ലീഡിംഗ് ഉണ്ട്, കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, പിന്നെ മൊബൈലും. അവൾ എവിടെ ഇരിക്കാതെ ശങ്കിച്ച് നിന്നു. ആവണി. വിനീത് മുറിയുടെ വാതിലേക്ക് വന്നു നിന്നു. അവന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മുണ്ടും ടീഷർട്ടുമാണ് വേഷം. പണ്ടത്തെ വിനീതിനെ കാണുന്ന പോലെ തന്നെ. ഡ്രസ്സൊന്നുമില്ലല്ലോ, തൽക്കാലം ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നാളെ നമുക്ക് പുറത്തുപോയി വാങ്ങിക്കാം. ആവണി അത് കൈനീട്ടി വാങ്ങി. വിനീതിന്റെ ടീഷർട്ടും ട്രാക്ക് പാൻറ്റുമാണെന്ന് ആവണിക്ക് മനസ്സിലായി. അതിടാൻ അവൾക്ക് യാതൊരു മടിയും തോന്നിയില്ല. എങ്ങനെയെങ്കിലും ഇട്ടിരിക്കുന്ന വേഷത്തിൽ നിന്നൊന്ന് പുറത്തെടുത്താൽ മതിയെന്നായിരുന്നു അവൾക്ക്. ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞിട്ടും അവൾ പരിങ്ങളോടെ നിൽക്കുന്ന കണ്ടപ്പോൾ വിനീത് കണ്ണുകൊണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു. പറയാതിരുന്നിട്ട് കാര്യമില്ല. ബ്ലീഡിംഗ് ഉണ്ട്. ആവണി അതും പറഞ്ഞ് മുഖം കുനിച്ച് നിന്നു. വിനീത് അബദ്ധം പറ്റിയ പോലെ നിന്നു. അവളെ കൊണ്ട് ഇത് പറയിക്കാതെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു. ഞാനിപ്പോ വരാം. ഇട്ടിരിക്കുന്ന വേഷത്തിൽ തന്നെ വണ്ടിയുടെ താക്കോലും എടുത്ത് വിനീത് പുറത്തേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ തിരിച്ചു വരികയും ചെയ്തു. കയ്യിലുള്ള വലിയ കവർ ആവണിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഒന്ന് നിൽക്കാവണി. അവൾ ബാത്റൂമിലേക്ക് കടക്കാൻ ഒരുക്കുന്ന നേരം വിനീത് അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ അവനൊരു കുഞ്ഞു കലത്തിൽ തിളച്ച ചൂടുവെള്ളമായി വരുന്നതാണ് കണ്ടത്. അവൻ തന്നെ അത് ബാത്റൂമിലൊരു ബക്കറ്റിലേക്ക് ഒഴിച്ച് ഇളം ചൂടുവെള്ളമാക്കാൻ പാകത്തിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി കുളിച്ചോ? വിഷമിച്ചിരിക്കുന്ന ആവണിയുടെ മുഖത്തൊക്കെ അത്രയും പറഞ്ഞുകൊണ്ട് വിനീത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വാതിലടച്ച് കുറ്റിയിട്ട് ആവണി കുളിക്കാനായി കയറി. ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചപ്പോൾ ദേഹത്തിന്റെ അസ്വസ്ഥതകളൊക്കെ ഒരുവിധം മാറിയതുപോലെ. ബാത്റൂമിൽ തന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ അവൾ കഴുകിയിട്ടു. കുളിച്ചു കഴിഞ്ഞപ്പോൾ കിടക്കാമെന്ന് വിചാരിച്ചെങ്കിലും വിനീത് അവളെ വന്ന് വിളിച്ചുകൊണ്ടുപോയി. ചൂടുള്ള കഞ്ഞിയുടെയും പയറിന്റെയും മുമ്പിലിരിക്കുമ്പോൾ ആവണി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ടിരുന്നു. അവൻ വരുമ്പോൾ ഭക്ഷണം വാങ്ങിയത് അവൾ കണ്ടതാണ്. ഇപ്പോൾ തനിക്ക് വേണ്ടിയാണ് ഇവിടെ ഇത് ഉണ്ടാക്കിയതെന്ന് അവൾക്ക് മനസ്സിലായി. നീറുന്ന കണ്ണുകളോട് അവൾ അവൻ ഉണ്ടാക്കിക്കൊടുത്ത കഞ്ഞിയും പയറും മുഴുവനും കഴിച്ചു തീർത്തു. കുറെ നാളുകൾക്ക് ശേഷം മനസ്സമാനത്തോടെ കഴിച്ച പോലെ അവൾക്ക് തോന്നി. കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റുകൾ എടുക്കാൻ പോയപ്പോൾ വിനീത് അവളെ തടഞ്ഞു. ആവണി പോയി കിടന്നോ, ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ പറയുന്ന കേൾക്കാവണി. നിനക്ക് തീരെ വയ്യ, ദേഹക്ക് ഒരുപാട് ഇളകിയല്ലേ, പോയി കിടക്കാൻ നോക്ക്. നിർബന്ധപൂർവ്വം വിനീത് അവളെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. ആവണി മുറിയിലേക്ക് ചെന്നപ്പോൾ നേരത്തെ കണ്ട ബെഡ്ഷീറ്റും പില്ലോ കവറും മാറ്റിയിരിക്കുന്ന കണ്ടു. താൻ കഴിക്കാനിരുന്നപ്പോൾ വിനീതേട്ടൻ വന്ന് മാറ്റിയതായിരിക്കും. ആവണി, എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചോ, ഞാൻ ആളിൽ സോഫയിൽ കിടപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിനീത് വന്ന് പറഞ്ഞു. അവൾ തലയാട്ടി. സൈലന്റ് ആയിരുന്ന മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ കുറെ മിസ്ഡ് കോളുകൾ കിടപ്പുണ്ട്. കൂട്ടത്തിൽ അമ്മയുടെ കുറെ വോയിസ് മെസ്സേജുകൾ. ഒന്നും തുറന്നു നോക്കാൻ പോയില്ല. മുറിയിലെ ഡിം ലൈറ്റ് ഓൺ ചെയ്തിടുന്നപ്പോഴാണ് എതിർഭാഗത്തുള്ള ചുമരിലൊരു ചിത്രം ആവണി ശ്രദ്ധിച്ചത്. ചുവന്ന റോസാ പൂക്കൾക്കിടയിൽ ഇരുന്ന് ചിരിക്കുന്ന ഒരു കുഞ്ഞു മുഖം, തലയിൽ ബോയൊക്കെ വെച്ച ഒരു സുന്ദരി പെൺകുട്ടി. വിനീതേട്ടൻ പണ്ട് മുറിയിൽ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവെക്കുമായിരുന്നു. അവൾ ആ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. ഒന്നുകൂടെ ആ ചിത്രം വ്യക്തമായി കാണാൻ അവൾ ലൈറ്റ് ഓൺ ചെയ്തു. കൊതി തീരെ കണ്ടുകിടന്നു. ഇടയ്ക്ക് തന്റെ വയറിലായ അവൾ പതിയെ തൊട്ടുതല ഓടി. ആവണിയുടെ കണ്ണുകൾ നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഇവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലേ, ആ ദുഷ്ടം നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ കുഞ്ഞ് തനിക്ക് കൂട്ടായി പുറത്തേക്ക് വരേണ്ടതായിരുന്നില്ലേ? അവളിൽ നിന്ന് ഏങ്ങൽ ചീളുകൾ പുറത്തേക്ക് വന്നു. പുറത്ത് കിടക്കുന്ന വിനീത് തന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ അവൾ വാപ്പുത്തി പിടിച്ച് കിടന്നു. സങ്കടം കൊണ്ട് ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. നേരം ഒത്തിരി വൈകിയെങ്കിലും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു വിനീത്. ആവണിയുടെ കാര്യം തന്നെയാണ് മനസ്സിൽ. അപ്പോഴാണ് ആരോ തേങ്ങുന്ന പോലെയുള്ള ശബ്ദം അവൻ കേട്ടത്. നേരെ അവൻ ആവണിയുടെ അടുത്തേക്ക് പോയി. റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ കണ്ടത് കട്ടിൽ കിടന്ന് കരയുന്ന ആവണിയാണ്. എന്തുപറ്റി ആവണി, എന്തിനാ കരയുന്നു? അലിയോട് അവൻ ചോദിച്ചു. വിനീതേട്ടൻ എൻ്റെ കുഞ്ഞ്. ചുമരിലിരിക്കുന്ന ചിത്രത്തിന്റെ നേരെ നോക്കി ആവണി പറഞ്ഞപ്പോൾ വിനീത് അബദ്ധം പറ്റിയ പോലെ തലയിൽ കൈവച്ച് നിന്നു. പിന്നെ ഒരു കസേരയിട്ട് കയറി വേഗം തന്നെ ആ ചിത്രം അവിടെ നിന്ന് ഇളക്കി മാറ്റിയെടുത്തു. അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഉറങ്ങാതെയും കരഞ്ഞുമൊക്കെ അവരാ രാവ് ഒളിപ്പിച്ചു. തലയത്തെ കെട്ടിവിടാത്ത കൊണ്ട് നല്ല ഉറക്കമായിരുന്നു ജീവൻ.
ഫോൺ നിർത്താ ബെല്ലടിക്കുന്ന കേട്ട് അവൻ അസ്വസ്ഥതയോടെ ഫോൺ എടുത്ത് നോക്കി. പരിചയമില്ലാത്ത നമ്പർ. ഏതവനായി രാവിലെ തന്നെ എന്നോർത്ത് അവൻ ഫോൺ എടുത്തു. കോള് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ ജീവൻ ഉറക്കൊക്കെ പമ്പ കിടന്ന് എഴുന്നേറ്റിരുന്നു. എന്താണ് സർ കാര്യം? 2 മണിയാകുമ്പോഴേക്കും നീ ഒന്ന് സ്റ്റേഷനിൽ വരണം. നിനക്കെതിരെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. വരുമ്പോൾ അമ്മയെ കൂടെ കൂട്ടിക്കോ. അവരുടെ പേരും കംപ്ലൈന്റിലുണ്ട്. സ്റ്റേഷനിലെ കോൺസ്റ്റബിളാണ് വിളിക്കുന്നത്. കേസ് ഒന്ന് കേട്ടപ്പോൾ ജീവന്റെ തൊണ്ട വറ്റി വരണ്ട്. എന്ത് പരാതിയാണ് സാർ? ജീവൻ ആവണിയുടെ കാര്യം പെട്ടെന്ന് അങ്ങോട്ട് ഓടിയില്ലായിരുന്നു. തന്റെ കൂടെ വരുന്ന ഇഷ്ടമല്ലാത്ത കാരണം അവൾ ജീവനും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടു എന്നാണ് അവൻ കരുതിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ കാര്യം തിരക്കാൻ നീ അമ്മയും കൂട്ടി ഇറങ്ങണം. നിന്റെ ഭാര്യ എന്നാ പരാതിയാ? ഭാര്യയോ? അവൾക്ക് ഇനി എന്ത് പരാതി? അതൊക്കെ നീ ഇവിടെ ഒന്ന് തിരക്കേണ്ടി വരും. കോൺസ്റ്റബിൾ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇനിയിപ്പോ എന്താ? ജീവൻ മൊബൈലും പിടിച്ച ആലോചനയോടെ ഇരുന്നു. മാണിങ്കര സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അവിടുത്തെ എസ് ഐക്ക് വൈദ്യക്ക് കുറെ കാശ് എറിഞ്ഞല്ലേ, പിന്നെ ഇപ്പൊ എന്താ ഒരു വിളി? അന്ന് എസ് ഐക്ക് പൈസ കൊടുത്ത കൂട്ടത്തിൽ അവിടെയുള്ള കോൺസ്റ്റബിളും കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു നന്ദി വെച്ചിട്ടാണ് അയാൾ ഇപ്പോൾ ഇതെങ്കിലും പറഞ്ഞു തന്നെന്ന് ജീവന് മനസ്സിലായി. ആ നാശം പിടിച്ചവൾ പിന്നെയും കേസ് കൊടുത്തോ? എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പോയി 2 പൊട്ടിച്ച് കേസ് പിൻവലിക്കാൻ പറയായിരുന്നു. ആവണിയെ പിടിച്ച് തല്ലാൻ ജീവന്റെ കൈകൾ ധരിച്ചു. രണ്ടാമത് വിളിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആ എസ് ഐയുടെ അണ്ണാക്കിലേക്ക് കുറെ തള്ളി കൊടുക്കേണ്ടി വരും. ആദ്യം തള്ളിയതിന്റെ ക്ഷീണം തന്നെ ഇതുവരെ മാറിയിട്ടില്ല. പിരിവൃത്തുകൊണ്ട് ജീവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് താഴെ ചെന്ന് സുമതിയോട് കാര്യം പറഞ്ഞപ്പോൾ സുമതി വലിയ വായിൽ ആവണിയെ ചീത്ത വിളിച്ചു തുടങ്ങി. നീ ആ പെണ്ണിനെ ഒന്ന് വിളിച്ചു നോക്കിയേ, എനിക്ക് വയ്യ ഈ വയസ്സാം കാലത്ത് സ്റ്റേഷൻ കയറാൻ. അവൾ എന്തെങ്കിലും വഴിയുണ്ടാക്കി തരും. വൈദ്യയെ ഉദ്ദേശിച്ചാണ് സുമതി പറഞ്ഞതെന്ന് മനസ്സിലായപ്പോൾ അവളുടെ കാര്യം താൻ ഇതുവരെ ഓർത്തില്ലല്ലോ എന്ന് ജീവൻ ചിന്തിച്ചു. ഉടൻ തന്നെ ജീവൻ വൈദ്യയെ വിളിച്ച് കാര്യം പറഞ്ഞു. നീ ഒന്ന് പോ ജീവ, ആര് വിളിക്കുമ്പോഴേക്കും അങ്ങോട്ട് ചെല്ലാൻ നിൽക്കുവാണ്. നീ പോയി പണി നോക്കാൻ പറ. ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. അവളുടെ ഒരു കേസും ആൾ വീണ്ടും പരാതി കൊടുത്താണ്. എസ് ഐ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ് വിളിപ്പിക്കുന്നത്, അല്ലാതെ ഒരു കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യും, അവളുടെ വീട്ടിൽ വിളിച്ച് അവളുടെ തന്തയുടെ കാര്യം പറ. മോൾ എവിടെയാണെന്ന് വെച്ചാൽ അവൾ കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് വീട്ടിൽ മര്യാദക്ക് അടക്കി ഒതുക്കി ഇരുത്തട്ടെ. പിന്നെ നീ പോയി ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യും. അവിടെ നിന്ന് എനിക്ക് വേണ്ട. വൈദ്യ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തെങ്കിലും കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ല ജീവ, ഈ വൈദ്യ നിനക്ക് വിശ്വാസമല്ലേ? ഉണ്ട്, അതുകൊണ്ടല്ലേ നിന്നെ വിളിച്ച്. എങ്കിൽ പോയി നീ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ അടുത്തേക്ക് വാ. എത്ര നാളെയെന്ന് കണ്ടിട്ട്. വൈദ്യയെന്ന് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞപ്പോൾ ജീവന്റെ എല്ലാ വിഷമങ്ങളും പമ്പ് കിടന്നു. ആവണിയുടെ കേസൊക്കെ അവൻ മനസ്സിൽ നിന്ന് തന്നെ വിട്ടുകളഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്ക് പോവേണ്ടെന്ന് തന്നെ അവൻ തീരുമാനിച്ചു. സുമതിയോട് പറഞ്ഞപ്പോൾ വൈദ്യമോൾ പറഞ്ഞ പോലെ ചെയ്താൽ മതിയെന്ന് അവരും പറഞ്ഞു. തലേന്ന് അലക്കി ഉണങ്ങിയ ഡ്രസ്സും ധരിച്ച് ആവണി വിനീതിന്റെ കൂടെ ഇറങ്ങി. ടൗണിൽ നിന്നും കുറച്ച് മാറി വിമൻസ് കോളേജിന്റെ അടുത്ത് ഒരു വാക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്. അവിടെ ആവണിയെ കൊണ്ടുവിടാനാണ് വിനീതിന്റെ തീരുമാനം. അവന്റെ കൂടെ വണ്ടിയിലേക്ക് കയറുമ്പോൾ എങ്ങോട്ടാണെന്ന് പോലും അവൾ ചോദിച്ചില്ല. ഒരു കാഷ്വൽ ഡ്രസ്സിലായിരുന്നു വിനീത്. പോകുന്ന വഴി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ അരികിലായി വിനീത് തന്നെ വണ്ടി നിർത്തി. ഇതെന്താ വിനീതേട്ടാ ഇവിടെ? ആവണിയുടെ കയ്യിൽ ഡ്രസ്സൊന്നും ഇല്ലല്ലോ, അത്യാവശ്യം എടുത്തിട്ട് പോവാം. അയ്യോ അതൊന്നും വേണ്ടായിരുന്നു, ഞാൻ അമ്മയെ വിളിച്ചു പറയാം. അമ്മ എങ്ങനെയെങ്കിലും എനിക്ക് എത്തിച്ചേരും. വേണ്ട, ഇനി അമ്മയ്ക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. തൽക്കാലം കുറച്ചെടുക്കാം. അമ്മയെ വിളിക്കാൻ തീരെ താല്പര്യമില്ല. എന്നാലും അവനൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞു. അക്കൗണ്ടിൽ കുറച്ച് പൈസ എടുപ്പുണ്ട്, അതുകൊണ്ട് ഗൂഗിൾ പേ ചെയ്യാന്ന് കരുതി അവൾ വിനീതിന്റെ കൂടെ ഉള്ളിലേക്ക് നടന്നു. ആവണി പതുങ്ങി മാറിയുന്നത് കാരണം 4-5 ജോഡി ഡ്രസ്സുകൾ വിനീത് തന്നെയാണ് തെരഞ്ഞെടുത്ത്. പക്ഷെ ബില്ലടക്കാൻ നേരം രണ്ടാളും ഒരു പിടിവലി തന്നെ നടന്നു. അവസാനം വിനീത് കണ്ണുരുട്ടിയപ്പോൾ ആവണി പിണങ്ങി മാറിയുന്നു. ഡ്രസ്സ് കൂടാതെ മറ്റു അത്യാവശ്യ സാധനങ്ങളൂടെ വാങ്ങിയിട്ടാണ് വിനീത് അവളെ ഹോസ്റ്റലിൽ കൊണ്ട് ചെന്നാക്കിയത്. ഗാർഡിയനായി വിനീതിനെ തന്നെയാണ് വെച്ചത്. ഒരു പോലീസ് ഓഫീസർ ആയത് കാരണം വാർഡന്റെ ഭാഗത്തു നിന്ന് അനാവശ്യ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെയുള്ള ഒരു സ്റ്റാഫിന്റെ കൂടെ ആവണിക്കായുള്ള മുറിയിലേക്ക് വാർഡൻ പറഞ്ഞയച്ചു. സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് അവൾ വിനീതിന്റെ അരികിലേക്ക് തന്നെ വന്നു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം, മടിച്ചിക്കരുത് കേട്ടല്ലോ. കുറച്ച് ഗൗരവത്തിൽ വിനീത് പറഞ്ഞപ്പോൾ ആവണി കണ്ണു നിറച്ചു നിന്നു. അത് കണ്ടപ്പോൾ അവനും ചെറിയൊരു സങ്കടം തോന്നി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. കേസിന്റെ ആവശ്യത്തിന് ചിലപ്പോൾ സ്റ്റേഷനിലും കോടതിയിലൊക്കെ പോവേണ്ടി വരും. അവിടുന്ന് അവർ വിളിക്കും. അപ്പൊ എന്നെ കൂടെ ഒന്ന് വിവരം അറിയിച്ചു വെക്കണം. ആൾ മുകളിലൂടെ തലയാട്ടി. ഇനിയും സങ്കടമാണ് ആവണി? വണ്ടി കയറാൻ നേരം ആ വിഷമത്തോടെ ചോദിച്ചു. ഇല്ല വിനീതേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞപ്പോൾ അവളുടെ കവളിൽ പതിയം തട്ടി വിനീത് തന്നെ വണ്ടിയെടുത്ത് ഗേറ്റ് കടന്ന് മുന്നോട്ട് പോയി. ഇനി എങ്ങോട്ടാണ് തന്റെ ജീവിതം? മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ആലോചനകളിൽ ഉഴറി ആവണി അവിടെ തന്നെ നിന്നു. സ്റ്റേഷനിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ജീപ്പിൻ വിനീതിനെ വിളിച്ച് 2 മണിയോടുകൂടി ജീവനെ അമ്മയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ വരുമ്പോൾ പരാതിക്കാരി ആവണിയും കൂടെ സ്റ്റേഷനിൽ ഉണ്ടാവണം. അവളെ താൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന് വിനീത് ജീപ്പിനോട് പറഞ്ഞു. വിനീത് അപ്പോൾ തന്നെ ആവണി വിളിച്ച് 2 മണിയാകുമ്പോഴേക്കും ഒരുങ്ങി നിൽക്കാനായി പറഞ്ഞു. ജീവനെ കാണുന്ന കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത അറപ്പും വെറുപ്പും തോന്നുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും നേരത്തെ തന്നെ ബോധ്യമുള്ളതിനാൽ ആവണി വരാമെന്ന് സമ്മതിച്ചു. കൂട്ടിലിട്ട വെരുകിനെ പോലെ പായുകയായിരുന്നു വസന്തൻ. ജീവൻ ഫോണിൽ കൂടെ തന്നെ വിളിച്ച ചീത്തകളെ അയാളുടെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്ന പോലെ. ഹേമയുടെ മെക്കെട്ട് കയറി ജീവൻ തന്നെ ചീത്ത പറഞ്ഞ ദേഷ്യം തീർക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഹേമ വീട്ടിലില്ല, അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ഇടക്കൊന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആടിക്കുഴഞ്ഞു വരുന്നുണ്ട് ഹേമ. കുറച്ച് ദിവസം കൊണ്ട് ഹേമ വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. വസന്തൻ നേരെ അവളുടെ അടുത്തേക്ക് ചീറിക്കൊണ്ട് ചെന്നു. എഴി നിന്റെ പുന്നാരമോളെ എവിടെയാടി പണ്ടാരടങ്ങി കിടക്കുന്നത്? നിനക്ക് വല്ല അറിയാമെങ്കിൽ തുറന്നു പറ. ആ ചെറുക്കിനെ സുമതിയുടെ പേരിൽ അവൾ കേസ് കൊടുത്തിരിക്കുകയാണത്രേ. അയ്യോ,
വസന്തം പറഞ്ഞിട്ട് ഹേമ വാപത്തി നിന്നു. നാണം കെട്ടവള്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇന്നവരാരെങ്കിലും സ്റ്റേഷൻ കയറിയിട്ടുള്ളടി. നിനക്ക് അവളെ എവിടെയാണെന്ന് അറിയെങ്കിൽ പറ. പുളിവാടി വെട്ടിനാണോ കൊടുത്തിട്ടായാലും അവളെ കൊണ്ട് കേസ് പിന്നിൽ വെച്ച് വേണം ചെക്കനെ വിളിച്ച് വിവരം പറയാൻ. എന്റെ ഈശ്വര. ഹേമ ഇപ്പോൾ കരയുമെന്ന മട്ടായി. എടി ഇങ്ങനെ കുന്തം വിഴുകിയ പോലെ നിൽക്കാവല്ലോ അറിയെങ്കിൽ പറയടി. എനിക്കെങ്ങനെ അറിയാനാ? നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചല്ലേ അറിഞ്ഞത് അവളിവിടുന്ന് പോയത്. അപ്പൊ തുടങ്ങി വിളിക്കുന്ന ഒന്ന് സംസാരിക്കാൻ കൂടെ അവൾ കൂട്ടാക്കുന്നില്ല. അല്ലെങ്കിൽ വസന്തനെ അറിയാമായിരുന്നു ആവണി എവിടെയാണെന്ന കാര്യം ഹേമക്ക് അറിയില്ല എന്ന്. ആദ്യം പിടിച്ചാണ് ഹേമയുടെ നടത്തം. ആവണി എവിടെയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹേമ ഇങ്ങനെയൊന്നും നടക്കില്ല. മോളെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റില്ല. കാണാതായത് എന്തുകൊണ്ടാണെന്ന് പോലീസുകാർ ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. പറഞ്ഞില്ലെങ്കിൽ അതിന് പിന്നിലെ കാരണം അന്വേഷിച്ച് പോലീസുകാർ ഇറങ്ങും. ചിലപ്പോൾ അന്വേഷിച്ചൊക്കെ വരുമ്പോൾ ജീവൻ പെടുന്ന കൂട്ടത്തിൽ താനും പെടും. വസന്തനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.